ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തങ്ങ കൊണ്ട് പുളിങ്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പരിപ്പും മത്തങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ പുളിങ്കറി വെക്കണത്. ഈ മത്തങ്ങ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എൻ്റെ പറമ്പിലത്തെ കുറച്ച് കൃഷികളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്ത പടർന്നു പോയിട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പടർന്ന് ജാതിയുടെ മുകളിലേക്കാണ് പടർന്നു പോയായിരുന്നത്. പറമ്പിൽ കുറേ ജാതിയുണ്ട്. അപ്പോൾ ജാതിയുടെ മുകളിലേക്ക് പടർന്നു പോയി കഴിഞ്ഞാൽ കാണില്ല ഉണ്ടായത്. അപ്പോൾ 3-4 വലുതായപ്പോഴാണ് തൂക്കം കൂടിയല്ലോ. അപ്പം ഞാന്ന് വള്ളിയുമ്പോൾ ഞാന്ന് കിടക്കണു. അപ്പോഴാണ് ഇന്നലെ കണ്ടെത്തിയത്. 3-4 കിട്ടി. ഒക്കെ എടുത്തു വെച്ചേക്കാണ്. അപ്പം നമ്മുടെ പറമ്പിലുണ്ടാവണ മത്തങ്ങയും പച്ചക്കറിക്ക് ആകുമ്പോൾ നമുക്ക് കറിയൊക്കെ വെച്ച് കൂട്ടി കഴിഞ്ഞാൽ നല്ലതാണല്ലോ. കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. വളമൊന്നും ചേർക്കാത്തതാണല്ലോ. തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഒരു കുഞ്ഞി പഴുതാരക്കുട്ടി ഓടി നടക്കണുണ്ടോ, ഞാൻ കണ്ടില്ല കേട്ടോ അത് മുറിക്കുമ്പോൾ. ഇപ്പോഴാണ് ഞാൻ കാണണേ. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ബാക്കി ഒരു കഷ്ണം എടുത്തിട്ട് സാമ്പാർ വെച്ചു കേട്ടോ. മത്തങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് അവിടെ എടുത്തു വെച്ചേക്കായിരുന്നു. പകുതി ഇന്നലെ ഒരു 1/4 ഭാഗത്തോളം ഇന്നലെ സാമ്പാർ വെച്ചു. അപ്പോൾ ഇത് ആദ്യം തൊലി ചെത്തി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നിൽക്കണതൊന്നും കണ്ടില്ല. എന്നാൽ നമുക്ക് ഒരു 2 ആഴ്ച മുമ്പേ പൊട്ടിച്ച് തുടങ്ങായിരുന്നു. ഇപ്പോഴും മൂപ്പ് അധികമായിട്ടൊന്നുമില്ല കേട്ടോ മത്തങ്ങ. നന്നായിട്ട് വലുപ്പം കൂടിയപ്പോൾ വള്ളിയുമെന്നൊക്കെ ഞാന്നു നമുക്ക് കാണാൻ വിധത്തിൽ ഞാന്ന് കെടുക്കായിരുന്നു. അപ്പോഴാണ് കണ്ടത്. 3-4 കിട്ടി. അപ്പോൾ ഈ മത്തങ്ങയും പരിപ്പിട്ടിട്ട് പുളിങ്കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പരിപ്പ് തന്നെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് പരിപ്പ് കഴുകി വെച്ചേക്കണതായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ഇടണില്ല കേട്ടോ. പരിപ്പ് തന്നെ വേവിക്കണുള്ളൂ. അതൊരു 4-5 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ മത്തങ്ങ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചു കേട്ടോ. മത്തങ്ങയ്ക്ക് അധികം വേവില്ല. അതിൽ കൂട്ടാൻ പുളിയാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പുളി അധികം വേണ്ട. അപ്പോൾ ആ പരിപ്പും മത്തങ്ങയും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറെ പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റണേ. ഇത്ര വലിയ കുക്കറിൽ കൂട്ടാൻ വെക്കണില്ല, കുറച്ച് കൂട്ടാനേ വെക്കണുള്ളൂ. വേറെ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ. ഇത് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. പുളി പിഴിഞ്ഞ വെള്ളം. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അതൊരു 10 മിനിറ്റ് നേരം അവിടെ കിടന്ന് തിളയ്ക്കണം കേട്ടോ. ഗ്യാസ് മീഡിയം ഇതിൽ കത്തിച്ചാൽ മതി കേട്ടോ, ഫ്ലെയിമിൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അതുവരെ കിടന്ന് തിളച്ച് വറ്റണം, അല്ലെങ്കിൽ പുളിയുടെ ടേസ്റ്റ് വരും. പിന്നെ ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും മുളകൊക്കെ വറുത്തിടണം കേട്ടോ, കറിവേപ്പിലൊക്കെ കൂടിയിട്ട്.
ഇനി ചൂടായി വന്നപ്പോൾ ചീഞ്ചട്ടി ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉലുവയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടേക്കണത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. അതെല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ. ഇനി അത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മത്തങ്ങ പരിപ്പും കൂടിയിട്ട് പുളിങ്കറി വെച്ചത് റെഡിയായി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പുളിങ്കറിയൊക്കെ വയ്ക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ മത്തങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ട് പുളിങ്കറി വെക്കണത്. അപ്പോൾ ഇത് ഉണ്ടായാൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ചോറിനായാലും ദോശ കഴിക്കാനോ ചപ്പാത്തി കഴിക്കാനോ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.